കൊടുത്ത രീതിയിൽ ആ കത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാലോ, പിന്നെ അവരായിരിക്കും നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ അല്ലെ ജനതയെ പിന്നെ നയിക്കണത്. അത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ രീതിയിൽ അവരെ പരമാവധി മാനസിക പരിപാടി നടത്തുന്ന ഈ ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള പരിപാടി ഇവർ നടത്തുന്നുണ്ടാവും. അതാണ് ഇവർക്ക് ഗർഭത്തിനോട് ഇത്ര ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഗർഭചിത്രത്തിനോട് ഇത്ര ഇൻട്രസ്റ്റ് വരുന്നത്. കാരണം റിപ്പോർട്ടറാണെങ്കിൽ ശരി, പിന്നെ മലയാളം ന്യൂസ് ആയാലും ശരി, ഇവർ എടുത്തായി തന്നെയാണ്. അതിന് പിന്നാലെ എല്ലാവരും ഉണ്ട്. നമ്മുടെ പിന്നെ എല്ലാ ചാനലും ഉണ്ട്, പേര് പ്രത്യേകം എടുത്ത് വരണ്ട. അപ്പം ഇവർക്ക് കേരളത്തിലിപ്പോൾ പണി എടുത്തു കൊടുക്കുന്ന പരിപാടി നല്ല ബന്ധമായിക്കോട്ടെ എന്തായിക്കോട്ടെ, പക്ഷെ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു സുഹൃത്തുമായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്താൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏതൊരു പെണ്ണിനും അല്ല ഏതൊരു ആണിനും സൗഹൃദം എന്ന് പറയുമ്പോൾ അത് സെക്സായിട്ടാണ് 100%. അത് അങ്ങനെയാണ് അവർ. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പോഴേ വൈകുന്നേരം 5:30-6 മണി ആകാനായി. ഇനിയിപ്പോൾ ആവാനൊന്നുമില്ല, ഒക്കെ ആയി. അപ്പോൾ പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളും രാഷ്ട്രീയവും അധികാരവും മൊത്തത്തിൽ നമുക്ക് തന്നെ ഒന്ന് എന്താ പറയുക, ഒരു ചേഞ്ച് വരുത്താൻ കൂടിയും കഴിയുന്നില്ല. എന്താണ് ഇങ്ങനെ ആയി പോയിന്ന് ഒരു അന്തവും കിട്ടുന്നില്ല. അന്തമില്ലാത്തവന് പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സർക്കാരിലെ അധികാരികൾ, അതായത് അവർ ശരിക്കും പറയുകയാണെങ്കിൽ തിന്നു കൊടുത്ത് നടക്കണ കാട്ടുപന്നികളെ പോലെയാണ്. കാരണം അവർക്ക് എന്ത് നിയമമാണെങ്കിലും പാസ്സാക്കുക, എന്ത് വേണമെങ്കിലും ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക. നമ്മൾ ഇടതുവശത്ത് അതിമനോഹരമായൊരു കാഴ്ചയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണണം. അപ്പോൾ വൈകുന്നേരം മഞ്ഞ് നല്ല വീഴ്ചയുണ്ട്. മഞ്ഞ് വീഴുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്ത് നേരത്തെ ഇരുട്ടാവുകയാണ്. അത് ഒന്നാമത് ഈ മണ്ഡലകാലമാകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം കൂടിയും വരുന്നുണ്ട്. അപ്പോൾ ഈ അധികാരികൾക്ക് ശരിക്കും ആളും നാഥനും ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഓരോ നിയമങ്ങളായിട്ട് ഇങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ജനങ്ങളെ കയ്യിൽ നിന്ന് എന്തൊക്കെ വാങ്ങാൻ പറ്റുമോ അതൊക്കെ ഇവർ പരമാവധി അടിച്ചേൽപ്പിക്കുക, അത്ര തന്നെ. ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അറസ്റ്റ്, അല്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലണമാതിരിയുള്ള ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ നിയമങ്ങൾ പോണത്. പക്ഷേ ഇതൊന്നും കേരളം കൊണ്ടുവരുന്നതല്ല. ഇത് നമ്മൾ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷം ആ കത്ത് അല്ലെങ്കിൽ ആ വിവരമില്ലാത്ത കുറേ ആളുകൾ കൂടിയിട്ട് ഒപ്പിട്ടു. കേരളത്തിലെ ഒറ്റിക്കൊടുത്തു, ജനങ്ങളെ ഒറ്റിക്കൊടുത്തു. അപ്പോൾ ഈ ഒറ്റിക്കൊടുത്ത രീതിയിൽ ആ കത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാലോ, പിന്നെ അവരായിരിക്കും നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ അല്ലെ ജനതയെ നയിക്കണത്. അത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ രീതിയിൽ അവരെ പരമാവധി മാനസികമായിട്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ ഓടുന്ന നമ്മുടെ റോഡിലാണ്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് റോഡില്ല. റോഡ് ഉണ്ടാക്കിയ റോഡൊക്കെ പൊളിഞ്ഞ് പാളിസായി. അപ്പോൾ ഈ റോഡ് കട ഓടണമെങ്കിൽ വാഹനങ്ങൾക്ക് ഡീസൽ വേണം, പെട്രോൾ വേണം. ഈ പെട്രോളിന് എന്നെങ്കിലും ഇപ്പോൾ 10 വർഷമായിട്ട് എന്നെങ്കിലും ഒരു 15 രൂപ കുറച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു 10 രൂപ അല്ലെങ്കിൽ 25 രൂപ കുറച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇതിൽ അധികാരികൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അധികാരികൾക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ട് വേണം ഇവർക്ക് അടിപൊളിയായിട്ട് നടക്കാൻ. അല്ലാതെ ഇവർക്ക് അധികാരത്തിൽ വരുമ്പോൾ ഇവരെ കയ്യിൽ പൈസ ഉണ്ടോ, മൂലധനം ഉണ്ടായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. ഇപ്പം പരമാവധി ജനങ്ങൾ കൊടുക്കണ പൈസയാണ്. പക്ഷെ ആ ജനങ്ങൾ കൊടുക്കണ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ എന്തെങ്കിലും ഒരു രീതിയിൽ നന്ദി കാണിച്ചോ? കുറേ മണ്ടന്മാരായ ആൾക്കാർ. ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വന്നു, അവർ ജയിച്ചു, ബീഹാറിൽ ജയിച്ചു. എന്നിട്ട് ഒരു MLA എഴുത്തും വായനയും അറിയാത്ത ഒരു ആളാണ് പാർലമെൻറ്റിൽ നിയമസഭയിൽ കയറിയിട്ട് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുക. അത് ഹിന്ദി അറിയില്ല ഇവർക്ക്, അറിയാണ്.
അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഈ വിവരമില്ലാത്ത ആൾക്കാരെ കൂടെയാണ് ഇപ്പോൾ അധികാരികൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി. ഇവരൊക്കെ നല്ല കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയാന്നല്ലാതെ ഒരു വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് നടക്കുകയാണ്. അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. നമ്മളിപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും പിന്നെ വിജയിക്കണമെന്നോ നശിക്കണമെന്നൊന്നുമില്ല. നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് പറയണം. അവിടെ വീടുകൾ കുത്തിപ്പൊളിച്ച് ആകെ ഇങ്ങോട്ട് എന്തൊക്കെ പോലെ ആക്കിയെന്ന് അറിയാം, പാന കരിമ്പും കാട്ട് കയറിയ പോലെ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, നല്ലവണ്ണം ചിന്തിക്കണം. ചെറിയ ചിന്ത പോരാ. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ മലയാളം ടെലിവിഷന് ആൾക്കാർക്ക് എന്താണ് ജോലി? ഇപ്പോൾ അവർക്കിപ്പോൾ ജോലി ഗർഭം, അതായത് ഗർഭം അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികൾ ഗർഭത്തിന് ആയിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കും, നമ്മൾ ഈ കല്യാണ ബ്രോക്കറിൻ്റെ പോലെ. അപ്പോൾ ഗർഭം ഉണ്ടെങ്കിൽ ഇതാരാണ് ഗർഭം ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം, അതാണ് രാഹുൽ മാങ്കൂട്ടമാണ് ഗർഭം ഉണ്ടാക്കി എന്ന് പറയണം. അപ്പോൾ ഗർഭം അലസിപ്പിക്കാനുണ്ടോ അല്ലെങ്കിൽ ഗർഭം കൊടുക്കാനുണ്ടോ, ഗർഭം വാടകയ്ക്ക് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഈ മൊത്തത്തിലുള്ള ചാനലുകാർ. ഏത് ചാനൽ തുറന്നാലും ഫേസ്ബുക്ക്, യൂട്യൂബ് തുറന്നാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗികത, രാഹുൽ മാങ്കൂട്ടം, അല്ലെ രാഹുൽ ഈശ്വർ, ഈ പണ്ടാരക്കാലന്മാർക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയില്ല. ഇതിനേക്കാളും മോശമായിട്ടുള്ള വാക്കുകളാണ് നമുക്ക് വരാറ് സാധാരണ. പക്ഷേ ഇപ്പോൾ ഇത് നമ്മുടെ ഈ പുതിയ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചെറ്റകൾക്ക് വേറെ ഒരു പണിയില്ലേ? ഇവിടെ കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാണ്ട് കേരളത്തിലെ ആൾക്കാർക്ക് ഇതൊന്നും അറിയാതെയാണോ ഈ ചെറ്റകൾ? ഈ രാഹുൽ എന്നോ പണ്ട്, പിന്നെ ഞാൻ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി പറയാട്ടോ. ഈ പെൺകുട്ടികൾ, അതായത് ഇനിയിപ്പോൾ ഏത് രീതിയിലുള്ള പെൺകുട്ടികളായാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾ ഒരാളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടു, അത് വേണ്ടാത്തതായിക്കോട്ടെ നല്ല ബന്ധമായിക്കോട്ടെ എന്തായിക്കോട്ടെ, പക്ഷെ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു സുഹൃത്തുമായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്താൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏതൊരു പെണ്ണിനും അല്ല ഏതൊരാളിനും സൗഹൃദം എന്ന് പറയുമ്പോൾ അത് സെക്സായിട്ടാണ് 100%. അത് അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്, സെക്സ് അല്ലാതെ ഇതിൽ ഒന്നുമില്ല. കാരണം അതിൽ മാറ്റി പറയാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർക്ക് വേണ്ടത് ശരീരത്തിനോടുള്ള ഒരു കാമം അല്ലെങ്കിൽ ആ സ്നേഹം, അത് മാത്രമാണ് അവർ ഉണ്ടാക്കുക. ഞാൻ അങ്ങോട്ട് പോകണ്ടേ? മുമ്പ് കൊടുത്തെടുത്ത് ഞാൻ എന്ത് ചെയ്യാം? കാരണം കാമത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ സൗഹൃദങ്ങൾ മുഴുവനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനത്തെ ഒരു ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ളൊരു ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറക്കുക. അത്രേ ഉള്ളൂ അതിൻ്റെ പരിഹാരം. അല്ലാതെ ഈ രാഹുൽ എന്ന് മാത്രമല്ല, നിരവധി പേരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ. ഇഷ്ടംപോലെ ഈ പീഡന കേസായിട്ട് വ്യാജ പരാതി കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുക. കാരണം വ്യഭിചാരത്തിലെ അങ്ങനെയാണ് അത് സംഭവം. ഇപ്പം ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല. അപ്പോൾ ആ പരിപാടി നിങ്ങൾ പറ്റ ഒഴിവാക്കിയിട്ട് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ പോവുക. കാരണം സൗഹൃദങ്ങൾ നമുക്ക് നല്ലതാണ്, എപ്പോഴും സൗഹൃദങ്ങൾ ആവശ്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 100% കാരണം എവിടേക്കെങ്കിലും കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഞായറാഴ്ച ലീവുള്ള ദിവസം കൊണ്ടുപോവുക, അതൊക്കെ നടക്കണതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. രാവിലെ കോളേജിലേക്കാന്ന് പറഞ്ഞ് പോവുക, എന്നിട്ട് വേറെ കാമുകൻ്റെ കൂടെ നടക്കുക, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രം പറയല്ല. അപ്പോൾ നിങ്ങൾ ഈ സ്ത്രീകളോട് അപ്പോൾ പരമാവധി നിങ്ങൾ എന്താ പറയുക, പുരുഷന് ആരുമില്ല എന്ന് കരുതിയിട്ട് നിങ്ങളെ തോന്നിവാസം മുഴുവൻ നിങ്ങൾ പുരുഷന്മാരെ മേലെ ആധിപത്യം ചെയ്യാൻ വരരുത്. കാരണം രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ആൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അയാൾ സത്യം പറഞ്ഞതെന്ന് ഒരിക്കലും നമുക്കൊരു പിടുത്തം കിട്ടില്ല. കാരണം സത്യം തുറന്ന് പറയുന്നവനെയാണ് ഇപ്പോൾ കുരിശിലേറ്റുക. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെയാണ് വധിക്കപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർ
സത്യം വിളിച്ചു പറഞ്ഞു, അതാണ് ഉണ്ടായത്. ആ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അത് ജനങ്ങൾക്ക്, അധികാരികൾക്ക് അത് പറ്റിയില്ല. അപ്പോൾ അയാളെ തൂക്കിക്കൊന്നു, അല്ലെങ്കിൽ പിന്നെ അത് ചെയ്തു. ഇനിയിപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വർഷങ്ങളുടെ മുന്നേ നമ്മൾ പോകണ്ട. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടാവണം അവിടെ. അപ്പോൾ പ്രധാനമായിട്ടേ എവിടെ നോക്കിയാലും തിരക്കാണ്. മണ്ണാർക്കാട് കടയിൽ നിന്ന് പോയാൽ പിന്നെ ഒരു നിൽക്കാനും ഇരിക്കാനും ഒന്ന് നടക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ ഈ ഗർഭം അന്വേഷിച്ച് നടക്കുന്ന സമയം കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ പുതിയ വാർത്തകൾ, പിന്നെ എന്ത് പുതിയ വാർത്തകളാണ് ഇപ്പം നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഒരു കിട്ടാത്തത്. അപ്പോൾ എന്തായാലും ഈ മലയാളം ന്യൂസുകാരെ, അതായത് ഇന്ന് മലയാളം ന്യൂസ് പറഞ്ഞാൽ മൊത്തത്തിലുള്ള വാർത്താ ചാനലാട്ടോ. പക്ഷേ അതിൽ റിപ്പോർട്ടറുണ്ട്, മലയാളം ന്യൂസ് 2018 ഉണ്ട്. അവരാണ് കൂടുതൽ ഈ ഗർഭത്തിനെ പറ്റിയിട്ട്. കാരണം അവർ, എനിക്ക് തോന്നുന്നത് വല്ല പിന്നെ എന്താ പറയുക, ഈ മറ്റേ എന്താ പറയുക, ഇനിയിപ്പോൾ എനിക്ക് പറയാനും കിട്ടുന്നില്ല ആവശ്യത്തിന്. അപ്പോൾ ഈ മറ്റേ പരിപാടി നടത്തുന്ന ഈ ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള പരിപാടി ഇവർ നടത്തുന്നുണ്ടാവും. അതാണ് ഇവർക്ക് ഗർഭത്തിനോട് ഇത്ര ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഗർഭചിത്രത്തിനോട് ഇത്ര ഇൻട്രസ്റ്റ് വരുന്നത്. കാരണം റിപ്പോർട്ടറാണെങ്കിൽ ശരി, പിന്നെ മലയാളം ന്യൂസ് ആയാലും ശരി, ഇവർ എടുത്തായി തന്നെയാണ്. അതിന് പിന്നാലെ എല്ലാവരും ഉണ്ട്. നമ്മുടെ പിന്നെ എന്താ എല്ലാ ചാനലും ഉണ്ട്, പേര് പ്രത്യേകം എടുത്ത് പറയണ്ട. അപ്പം ഇവർക്ക് കേരളത്തിലിപ്പോൾ മാമാപ്പണി എടുത്തു കൊടുക്കുന്ന പരിപാടി ആവുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഈ ജനങ്ങൾക്ക് എത്തിക്കേണ്ട വാർത്തകളും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും, അപ്പോൾ ക്ഷേമ പെൻഷൻ 2000 രൂപ ഈ മാസത്തോടുകൂടി, ഈ മാസം 15-ാം തീയതിയോട് കൂടിയിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ വരുന്നത് ക്ഷേമ പെൻഷൻ? അത് വന്നിട്ടില്ല. അത് ഇവർ പൈസ കൊടുത്തിട്ട് ന്യൂസാണ് വിടുകയാണ്. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കുന്നറിയോ, ഇപ്പോൾ പെൻഷൻ കിട്ടും. നിങ്ങൾക്ക് പെൻഷനും കിട്ടില്ല, ഒന്നും കിട്ടില്ല. നിങ്ങളുടെ ജീവൻ പോകണത് തന്നെ അറിയില്ല. ഞാനാണ് പറഞ്ഞത്, ഉറപ്പായിട്ടും. അത് ആരാണ് ഇപ്പോൾ ഭരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? മോദിയുടെ കൂടെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉള്ളത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പോണ കുറേ ആൾക്കാരുണ്ട്. ഇവർ വികസനം കൊണ്ടുവരും, ഞങ്ങൾ വികസിപ്പിക്കും, റോഡ് നന്നാക്കും, പിന്നെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചിരിച്ചിട്ടാണ് ഇപ്പോൾ അവർ വോട്ട് ചോദിക്കാൻ വരുന്നത്. ഈ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഇവർ ആദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു? ആദ്യം 10 വർഷം വരെ ഇവർ എന്ത് പിന്നെ എന്താ പറയുക, എന്ത് വികസനമാണ് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തന്നെ ഏകദേശം അറിയാം. കാരണം എല്ലാ തരത്തിലുള്ള ടാക്സും, എല്ലാത്തിലുള്ള പണ്ടാരക്കെട്ടൊക്കെ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇയാൾ പുതിയ കാറ് വാങ്ങിക്കാത്രേ 1,10,00,000 ഉറുപ്പിടെ. എന്നിട്ടാണ് ഇയാൾ പറഞ്ഞത് അതിദാരിദ്ര്യമായിട്ടുള്ള കേരളമാണ്. ശരി തന്നെയാണ്. ഇവരെ ദാരിദ്ര്യം മാറിയിട്ട് വേണ്ടേ കേരളത്തിൻ്റെ ദാരിദ്ര്യം മാറാൻ? എന്തായാലും നമ്മുടെ ജനങ്ങൾ മാറിയിട്ടൊന്ന് ചിന്തിക്കുക. കാരണം ചിന്തിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോൾ പണി വന്നു ചോദിച്ചാൽ മതി. ഇനി പണി വരാനൊന്നുമില്ല. പക്ഷേ എന്തായാലും പിണറായി കരുതിയ കാര്യം നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കെന്തായാലും പ്രാവശ്യം ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി BJP ജയിച്ചോട്ടെ. BJP ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. സുരേഷ് ഗോപി പറഞ്ഞ വാഗ്ദാനമൊന്നും കിട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അപ്പയും കുറുന്തോട്ടിയും പറിച്ച് നടക്കേണ്ടി വരും. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അവരവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, സഞ്ചാർ ആപ്പ്, സഞ്ചാർ സാരഥി. അത് പക്ഷേ അത് നമ്മുടെ കേരളത്തിലുള്ള കുറേ പൊട്ടന്മാരുണ്ട്. 6 ലക്ഷം പേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് തട്ടിപ്പാണത്. കാരണം ഇന്ത്യയിൽ ഇറങ്ങണ മുഴുവനായിട്ടുള്ള ഫോണുകളിൽ അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആപ്പിൾ അത് ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങളുടെ കൂതറ പരിപാടി കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുതേന്ന് പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇവർ പറയണൊക്കെ ഇവർ മറ്റൊരാൾ കേൾക്കുന്നതാണ് ഇവരെ വിചാരം. അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഇതൊക്കെ പുതുതായിട്ടുള്ള തട്ടിപ്പാണ്. പിന്നെ അതേപോലെ ഒരു എന്താ RTI എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊക്കെ മുഴുവൻ തട്ടിപ്പാണത്. അല്ലാതെ നിങ്ങളിത് ഇവർ തരുന്നൊക്കെ ഇപ്പോൾ മുഴുവനായിട്ട് മായം കലർന്ന ഒരു സാധനമാണ്. എന്തായാലും ഇപ്പോൾ നല്ലതായിട്ട് എന്താ ഉള്ളത്? ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെയും വലുതാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരാളെയും പൊക്കി പറയുകയല്ല. നമ്മുടെ ഉമ്മൻചാണ്ടി സാറും അതേപോലെ VS അച്യുതാനന്ദനും ഈ ലോകം വിട്ടു പോയോടുകൂടി നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോഴും പറഞ്ഞ് നടക്കാൻ നാണം മാനമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾ വിജയിക്കും, LDF വരും, എല്ലാം ശരിയാകും. ഇനി LDF വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാണ്, LDF വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു കേരളത്തിൻ്റെ അവസ്ഥ.